നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നിരിക്കുന്നു. അതിൻ്റെ വിജ്ഞാപനം വന്നിരിക്കുന്നു. ഏപ്രിൽ 9 ഒറ്റഘട്ടത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയും മെയ് 4 വോട്ടെണ്ണൽ നടക്കുകയും ചെയ്യുന്ന സാഹചര്യം നോക്കൂ. കേരളത്തിൽ തീർച്ചയായും ഒരു തുടർ ഭരണത്തിന് പരമാവധി ശ്രമിക്കുകയാണ് പിണറായി വിജയൻ. നെറികേടിൻ്റെ അങ്ങേയറ്റത്തെ കളികൾ രാഷ്ട്രീയപരമായി കളിച്ച പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം മൂന്നാം ഊഴം വീണ്ടും അഴിമതികൾ കാണിച്ചു കൂട്ടാനുള്ള ഒരു അവസരം. ജനങ്ങൾ വിഡ്ഢികളാണ്, പമ്പര വിഡ്ഢികളാണ്, പൊട്ടന്മാരായി വീണ്ടും അധികാരം കൊടുക്കുമെന്ന് വിചാരിക്കുന്നു. CPIM ഇതാ സ്വതന്ത്രരെ ഉൾപ്പെടെ 81 സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നു. കോൺഗ്രസ് ആണെങ്കിൽ ഇതിനകത്ത് ഇന്റേണൽ കോൺഫ്ലിക്ട്സ് ഉണ്ട് എന്ന രീതിയിൽ CPIM മാധ്യമങ്ങളും CPIMൻ്റെ പത്രവും ഒക്കെ വലിയ രീതിയിൽ കിംവദന്തി പരത്താൻ ശ്രമിക്കുന്നുണ്ട്. കെ സുധാകരൻ്റേത് ഒരു എക്സെപ്ഷനാണ്. അദ്ദേഹത്തിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള യോഗ്യത കുറവൊന്നുമില്ല. പക്ഷേ നിലവിൽ അദ്ദേഹത്തിനൊരു വലിയ ഉത്തരവാദിത്തം കൊടുത്തിട്ടുണ്ട്. കണ്ണൂർ പോലെ ഒരു രാഷ്ട്രീയ ഭൂപടത്തിൽ, കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ കെ സുധാകരന് പകരം മറ്റൊരാൾ ഉപതെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ അവിടെ ജയിച്ചു കയറുക ബുദ്ധിമുട്ടേറിയൊരു കാര്യമാണ്. കെ സുധാകരന് കിട്ടുന്നൊരു ഓളം, അദ്ദേഹത്തിന് കിട്ടുന്നൊരു ഓറ, അതൊന്നും മറ്റൊരു നേതാവിനും കണ്ണൂർ ജില്ലയിൽ അവകാശപ്പെടാനില്ല എന്നുള്ളത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ബോധ്യപ്പെടുത്തുന്നു. കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ, അതായത് തളിപ്പറമ്പും മട്ടന്നൂരും പേരാവൂരും പിണറായി വിജയൻ്റെ ധർമ്മടവും ഒക്കെ അടങ്ങുന്ന കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ പ്രതിനിധിയായ കെ സുധാകരൻ, അദ്ദേഹത്തിന് അർഹിക്കുന്ന സ്ഥാനമാനങ്ങൾ കൊടുത്തില്ല എന്ന രീതിയിൽ പല രീതിയിൽ പ്രചരണം നടക്കുമ്പോൾ അതിനെയൊന്നും നിഷേധിക്കാൻ അദ്ദേഹം തയ്യാറല്ല. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന സ്ഥാനത്ത് നിന്നും മറ്റൊരാളെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. ഇവിടെ UDF ഭരണം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് കൃത്യമായും വോട്ട് ഷെയറിനെ ആശ്രയിച്ച് മാത്രമല്ല, സീറ്റുകളുടെ വിന്നബിലിറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കും. 75 മുതൽ 80 സീറ്റ് വരെ കിട്ടി UDF വിജയം നേടിയെടുക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ്. ആരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി? KC വേണുഗോപാൽ വളരെ വ്യക്തമായി പറഞ്ഞു, താൻ AICCയുടെ സംഘടനാ ചുമതല സ്ഥാനം വഹിക്കുന്നതുകൊണ്ട് കേരളത്തിലേക്ക് ഒരു നോട്ടമില്ല. കേരളത്തിലാകെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ലോക്സഭയിലെ പ്രാതിനിധ്യത്തിന് വേണ്ടിയും അപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം അനുകൂലമായതുകൊണ്ടും തന്നെയാണ്. അതല്ലാതെ ഇനി ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ താൻ ഇല്ല എന്ന് വളരെ വ്യക്തമായി തന്നെ KC വേണുഗോപാൽ രേഖപ്പെടുത്തിയ ഒരു കാര്യമാണ്. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിൽ UDF തരംഗമാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും UDF ഉണ്ടാക്കിയ ചരിത്ര മുന്നേറ്റം, അതിൻ്റെ ഒരു തുടരാവർത്തനം ഉണ്ടായാൽ തന്നെ ഏറ്റവും കുറഞ്ഞത് 80 സീറ്റുകളിലെങ്കിലും മുൻതൂക്കമുണ്ട് എന്നുള്ളതാണ്. CPIMനെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് അഴിമതിക്കാരുടെയും സ്വജനപക്ഷപാതക്കാരുടെയും ഒക്കെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമാകുന്നത് വളരെയധികം ദുർബലപ്പെടുത്തും എന്നുള്ളതിന് സംശയമൊന്നും വേണ്ട.